ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ 25. ഓരോ സങ്കടവും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 4 വാക്യം. ഞാൻ അഭിമുഖീകരിക്കുന്ന ഓരോ ദുഃഖവും ഞാൻ അളക്കുന്നു. 19 നൂറ്റാണ്ടിലെ കവിയത്രി എമിലി ഡിക്കിൻസൺ എഴുതി, കൂർപ്പിച്ചതും പരിശോധിക്കുന്നതുമായ കണ്ണുകളോടെ അതിന് എൻ്റേതുപോലെ ഭാരമുണ്ടോ അതോ ലഘുവായ വലുപ്പമാണോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. ആളുകൾ അവരുടെ ജീവിതത്തിലുടനീളം ഏറ്റ മുറിവുകളെ എങ്ങനെ വഹിക്കുന്നു എന്നതിൻ്റെ ഹൃദയസ്പർശിയായ പ്രതിഫലനമാണ് ഈ കവിത. അവളുടെ ഏക ആശ്രയത്തെക്കുറിച്ച് ഡിക്കിൻസൺ ഏതാണ്ട് മടിയോടെ ഉപസംഹരിച്ചുകൊണ്ട് കാൽവറിയിൽ അവളുടെ സ്വന്തം മുറിവുകളുടെ പ്രതിഫലനം രക്ഷകനിൽ കണ്ടതിൻ്റെ തുളയ്ക്കുന്ന ആശ്വാസത്തോടെ അവൾ എഴുതി, ഇപ്പോഴും അനുമാനിക്കാൻ വശീകരിക്കപ്പെടുന്നു, അവയിൽ ചിലത് എൻ്റേതുപോലെയാണെന്ന്. വെളിപ്പാട് പുസ്തകം നമ്മുടെ രക്ഷകനായ യേശുവിനെ കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു എന്ന് വിവരിച്ചു. അവൻ്റെ മുറിവുകൾ ഇപ്പോഴും ദൃശ്യമാണ്. തൻ്റെ ജനത്തിൻ്റെ പാപവും നിസ്സഹായതയും സ്വയം ഏറ്റെടുക്കുന്നതിലൂടെ നേടിയ മുറിവുകളാണവ. അങ്ങനെ അവർക്ക് പുതിയ ജീവിതവും പ്രത്യാശയും ലഭ്യമാകും. രക്ഷകൻ തൻ്റെ മക്കളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കുന്ന ഒരു ഭാവി ദിനത്തെ വെളിപ്പാട് പുസ്തകം വിവരിക്കുന്നു. യേശു അവരുടെ വേദന കുറയ്ക്കുകയില്ല. എന്നാൽ ഓരോ വ്യക്തിയുടെയും അതുല്യമായ ദുഃഖം യാഥാർത്ഥ്യമായി കാണുകയും കരുതുകയും ചെയ്യുന്നു. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. നമ്മുടെ രക്ഷകനായ നമ്മുടെ യേശു എല്ലാ സങ്കടങ്ങളും വഹിച്ചതിനാൽ യേശുവിൻ്റെ രാജ്യത്തിൽ നമുക്ക് വിശ്രമവും രോഗശാന്തിയും കണ്ടെത്താനാകും. ചിന്തിക്കുക, നിങ്ങളുടെ വേദന യഥാർത്ഥത്തിൽ കണ്ടതായി നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നിയത്? പ്രയാസകരമായ സമയങ്ങളിൽ ദൈവം നിങ്ങളെ എങ്ങനെയാണ് ആശ്വസിപ്പിച്ചത്? ദൈവത്തിന് മഹത്വം.